എല്ലാ നല്ലവരായ സിനിമാ പ്രേമികൾക്കും സിനിമ ആസ്വാദകർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പോൾ മെയ് 5-ാം തീയതി റിലീസ് ചെയ്ത കമലഹാസൻ്റെ ഒരു ചിത്രമാണ് തഗ് ലൈഫ്. മണിരത്നമാണ് അതിൻ്റെ ഡയറക്ടർ, മ്യൂസിക് എ.ആർ. റഹ്മാൻ. അപ്പോൾ ഇവർ മൂന്ന് പേരും ചേർന്ന ഒരു കോംബോ. അപ്പോൾ ആരായാലും ഒന്ന് ലെജൻസ്, സിനിമാ മേഖലയിലെ ലെജൻസ് ആണ് ഇവർ. അപ്പോൾ ആരായാലും പോകും ആ ചിത്രം കാണാനായിട്ട്. പക്ഷെ പോയവർക്കോ ഉശിരം പണിയാണ് കിട്ടുന്നത്. എന്താണ് മണി സാർ താങ്കൾ പണി വെച്ചേക്കുന്നത്, അങ്ങനെ ചോദിക്കാനാണ് എനിക്ക് തോന്നുന്നത്. അതായത് പഴയ വീഞ്ഞെടുത്തിട്ട് പുതിയ കുപ്പിയിൽ എടുത്തു കൊടുത്താലേ അങ്ങനെ ഇരിക്കും. അത് തന്നെ ഉള്ളതിൽ ഒരു പുതുമയും അവകാശപ്പെടാനില്ലാത്ത ഒരു സിനിമ. എന്തെല്ലാം പ്രതീക്ഷകളായിരുന്നു സിനിമ വരുന്ന ഉള്ളിൽ. 38 വർഷത്തിന് ശേഷമാണ് കമലഹാസനും മണിരത്നവും ഒന്നിച്ച് സിനിമ ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ ഒരു ഹൈപ്പ് ഉണ്ടാക്കാനായിട്ട് ക്രിയേറ്റ് ചെയ്തതാണെന്ന് അറിയില്ല. ഇതിപ്പോൾ എന്താണ് പറയുക, വെറുതെ ഇരിക്കുമ്പോൾ ഒരു വെളിപാട് പോലെ വന്നിട്ട് ഒരു തിരക്കഥ എന്തെങ്കിലുമൊക്കെ തട്ടി കൂട്ടിയിട്ട് ഒരു സിനിമ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബ്രാൻഡ് ഉണ്ടല്ലോ. അതായത് മണിരത്നം, കമലഹാസൻ, എ.ആർ. റഹ്മാൻ, ഇവരെ 3 പേരും ഒരു ബ്രാൻഡ് നെയിമുണ്ട് അല്ലേ. ഇവർ ലെജൻസാണ്, നമ്മൾ സമ്മതിക്കുന്നു. അപ്പോൾ അതിനുവേണ്ടി തട്ടിക്കൂട്ടി സിനിമ ചെയ്ത പ്രേക്ഷകർ സ്വീകരിക്കും, എന്തും കൊടുത്തു കഴിഞ്ഞാൽ സ്വീകരിക്കും എന്നുള്ളൊരു വികലമായ കാഴ്ചപ്പാടായിരിക്കാം ഈ സിനിമ ഇത്രയും മോശമാവാനായിട്ട് കാരണം. ഇതിൽ കമലഹാസൻ രംഗരായ ശക്തിവേൽ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കുന്നത്. ഒരു ഗാങ്സ്റ്ററാണ് അദ്ദേഹം. അപ്പോൾ 2 ഗാങ്സ്റ്ററാകുമ്പോൾ നമുക്കറിയാലോ, രണ്ട് ടീമുകൾ തമ്മിലുള്ള ഒരു ദ്വന്ദ്വ യുദ്ധമാണ് എല്ലാ ഗാങ്സ്റ്റർ പടത്തിൻ്റെയും ഒരു കാമ്പ്. ഇതിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ വെടിവെപ്പ് നടക്കുന്നു. അപ്പോൾ ഒരു കുട്ടിയുടെ പിതാവ് മരിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഈ കുട്ടിയെയും കൊണ്ട് കമലഹാസൻ പോവുകയാണ്. പിന്നെ ഒന്നും കാണിക്കില്ല, വളർന്നിട്ടാണ് കാണിക്കുന്നത്. അവനെ കാണിക്കുന്നു. പിന്നെ ഇവരുടെ ഇടയിൽ ഉള്ള ചതിയും പകയും ആണ് സിനിമ പറഞ്ഞു വെക്കുന്നത്. കമലഹാസൻ എന്ന് പറയുന്ന ഒരു ആക്ടർ ഉണ്ടല്ലോ, ആ ആക്ടറെ ഇതിലൊരു ഉപയോഗിച്ചിട്ടില്ല എന്ന് പറയും. കമലഹാസൻ, മോഹൻലാൽ എന്ന് പറയുന്ന ആക്ടേഴ്സൊക്കെ ഉണ്ടല്ലോ, ഒരു കളിമണ്ണ് പോലെയാണ്. അപ്പോൾ ഒരു കളിമണ്ണ് എന്താണ്, ഒരു നല്ല ശില്പിയെ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് നിമിഷ നേരം കൊണ്ട് നല്ല രൂപങ്ങൾ മെനഞ്ഞെടുക്കാൻ പറ്റും. അതൊരു വൃദ്ധൻ്റെ രൂപമായാലും വൃദ്ധയുടെ രൂപമായാലും ശിശുവിൻ്റെ രൂപമായാലും ഒരു കോപിക്കുന്ന രൂപമായാലും ഒരു കളിമണ്ണിൽ നിന്ന് അനായാസ രൂപങ്ങൾ. അതുപോലെയാണ് ഇവർക്ക് 2 പേർക്കും നല്ല നല്ല കഥാപാത്രങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ സ്ക്രീനിൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന 2 കലാകാരന്മാരാണ് മോഹൻലാലും നമ്മുടെ കമലഹാസനും. ഇതിൽ അദ്ദേഹത്തെ ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ല ഒരു രീതിയിലോ. അദ്ദേഹത്തിൻ്റെ അഭിനയ പാഠവും ഇതിലൊന്നും വെളിപ്പെടുത്തുന്നില്ല. പക്ഷെ ചില ഫൈറ്റ് സീനുകൾ, ആ 70 വയസ്സ് കഴിഞ്ഞെങ്കിലും ചില ഫൈറ്റ്, അത് സിലംബരസനായിട്ടുള്ള ഫൈറ്റ് ആയാലും ജോജു ജോർജ് ആയിട്ടുള്ള ഫൈറ്റ് ആയാലും നല്ല രീതിയിൽ ഫൈറ്റ് സീൻ ചെയ്തിട്ടുണ്ട്. ബാക്കിയും ഒരു രീതിയിലും അദ്ദേഹത്തെ ഉപയോഗിച്ചിട്ടില്ല എന്നതാണ് എന്നിലെ പ്രേക്ഷകന് മനസ്സിലായ കാര്യം. അതുകൂടാതെ 3 മലയാളീസ് ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. ഒന്ന് ജോജു ജോർജ്, ഒരു ഗുണ്ട പത്രോസായിട്ട്. അതുകൂടാതെ ഒരു പോലീസുകാരൻ സാമുവലായിട്ട് നമ്മുടെ ബാബുരാജ് അഭിനയിച്ചിട്ടുണ്ട്. അതുകൂടാതെ അന്ന എന്നൊരു പെൺകുട്ടി ആയിട്ട് ഐശ്വര്യ ലക്ഷ്മിയും അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ എന്നയിലെ പ്രേക്ഷകന് ഈ സിനിമ തീരെ ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ ഇതിലെ ചില രംഗങ്ങൾ, ഒരു 3 രംഗങ്ങൾ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെടും. 3 രംഗങ്ങൾ മാത്രം. അതൊഴിച്ചിട്ട് എന്നിലെ പ്രേക്ഷകന് തീരെ നിരാശ ജനിപ്പിച്ച ഒരു സിനിമയാണിത്. 3 രംഗങ്ങൾ എന്ന് പറഞ്ഞാൽ അഭിരാമിയും കമലഹാസനുമായിട്ട് കടൽ തീരത്തൊരു ഇമോഷണൽ സീനുണ്ട്. അത് നന്നായി. ആ രംഗത്തിൽ കമലഹാസൻ അദ്ദേഹത്തിൻ്റെ അഭിനയത്തെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്, തിരക്കഥയിലൂടെയും സംവിധായകനും. അതുകൂടാതെ ജോജു ജോർജ് ആയിട്ടുള്ള ഫൈറ്റ് കമലഹാസനും, അതും ഒരു നല്ല രീതിയിൽ എന്നിലെ പ്രേക്ഷകനെ തൃപ്തിപ്പെടുത്തുക. അതുകൂടാതെ സിലംബരസനും മെയിൻ വില്ലന്റെ മകനുമായിട്ടൊരു ഗുഹ പോലുള്ള ഒരു സ്റ്റെപ്പ് പോലുള്ള ഗുഹയിലിട്ട ഒരു ഫൈറ്റ് സീൻ ഉണ്ട്. അതും കിടിലനാണ്. ഈ 3 രംഗങ്ങളാണ് എന്നിൽ ഇപ്പൊ ഒരു ഓർമ്മ നിൽക്കുന്നത്. അതുകൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നത്, സിലംബരസന്റെ കുട്ടിക്കാലം അഭിനയിച്ച ഒരു ആൺകുട്ടി, അത് നല്ലൊരു ഭംഗിയുള്ള കുട്ടിയാണ്. അവൻ്റെ മുഖത്ത് ആ നിഷ്കളങ്കതയും അവൻ്റെ ദയനീയതയും നല്ല രീതിയിൽ കാണിക്കുന്നുണ്ട്. അതും ആ കുട്ടിയും നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട് ഇതിൽ. ഈ സിനിമ തിരക്കഥയിൽ കുറച്ചുകൂടി മാറ്റങ്ങൾ വരുത്തുകയാണെങ്കിലോ അല്ലെങ്കിൽ ഒരു ഇമോഷണൽ കണക്ടിവിറ്റി ഇതിൽ വരുത്തുകയാണെങ്കിൽ ഈ സിനിമ കുറച്ചും കൂടി നല്ലതായില്ല.
അത് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്പോയിലായി പോകും. അപ്പോൾ അത് OTT വന്നതിന് ശേഷം ഈ സിനിമ എങ്ങനെ നന്നാക്കാമെന്നുള്ളത് എന്നിലെ ഒരു പ്രേക്ഷകന് തോന്നിയ അഭിപ്രായം നിങ്ങളുമായിട്ട് അപ്പോൾ ഞാൻ വെളിപ്പെടുത്തുന്നതാണ്. മറ്റൊരു കാര്യം, പ്രധാനപ്പെട്ട കാര്യം പറയാം, ഇതിലെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അത് നല്ല കിടിലനായിട്ട് A.R. റഹ്മാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. ബാക്കി ഈ സിനിമ അമ്പേ പരാജയമാണ്. എന്താണ് മണിരത്നത്തിന് പറ്റിയത് എന്നറിയത്തില്ല, എന്താണ് കമലഹാസനും പറ്റിയത് എന്നും അറിയത്തില്ല. അവർ ഇതിൽ നിന്നും എല്ലാം പാഠം പഠിച്ചിട്ട് ഇനി നല്ല സിനിമകൾ നമുക്ക് വേണ്ടി ഉണ്ടാകട്ടെ, അല്ലെങ്കിൽ ഉണ്ടാക്കാൻ അവർ ശ്രമിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം നമുക്ക്. അല്ലാണ്ട് നമുക്കൊന്നും ചെയ്യാനായിട്ട് കഴിയില്ല. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോയിൽ നല്ല കണ്ടന്റായി വരുന്നവരെ ബൈ ബൈ.